അവർക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങ തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് അളവ് വരുന്നൊരു പടവലങ്ങയുടെ പാതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കപ്പ് അളവിൽ തേങ്ങ വേണം. അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു ജീരകവും പിന്നെ കരിവേപ്പിലയും പിന്നെ ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു പച്ചമുളകാണ്. ഇതിന് എരിവുള്ളത് കൊണ്ടാണ് എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കല്ലിൽ ചതച്ചെടുത്താലും മതി. പിന്നെ പടവലങ്ങയിലേക്ക് ഞാൻ ഒരു സവോളയും കൂടെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് നമ്മൾ കടുക് വറക്കുകയാണ്. കടുക് വറുത്തതിന് ശേഷം കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം തേങ്ങയുടെയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പടവലങ്ങയും സവോളയും കൂടെ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഞാൻ ഉപ്പ് ചേർക്കുന്നതിനകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഇതൊന്ന് അടച്ചു വെക്കണം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല. കുറച്ച് ചീനിച്ചട്ടിയിലോ എന്തിലും വെച്ചാലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം ചേർത്താൽ അവിഞ്ഞു പോകും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ചീനിച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഒട്ടും വെള്ളം പിടിക്കാത്ത പടവലങ്ങ തോരൻ തയ്യാറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.